ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഇതാ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാ കണ്ടല്ലേ, വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി വല്ലാതെ വളർന്നു നിൽക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഇതാ ഈ കാടിൻ്റെ ഈ ഒരു ഭാഗത്ത് ധാരാളമായിട്ട് ഈ തഴുതാമയുടെ ഇല വളരുന്നുണ്ട്. തഴുതാമ ചെടി കണ്ടോ, ഇതാണ് തഴുതാമയുടെ ഇല. ഇതാ ഈ കാട്ടിൽ കുറേ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ വൻ മരത്തിൻ്റെയൊക്കെ ശിഖരങ്ങളിൽ പലതരത്തിലുള്ള പക്ഷികൾ വന്നിരുന്ന് കലവിലാന്ന് ശബ്ദം വെക്കുന്നുണ്ട്. അവരും ജീവിതം എൻജോയ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് തഴുതാമയില. അതിൽ ചെറിയ എന്താ പറയുക, വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ തഴുതാമയില ആയുർവേദത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ വേര്, ഇല ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കഫക്കെട്ട്, പിന്നെ ആമവാദം, പിന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഈ സസ്യം ഉപയോഗിച്ചുള്ള മരുന്നുകൾ ഇപ്പോഴും ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് തഴുതാമ ഇല ഉപയോഗിച്ച് നല്ലൊരു തോരൻ ഉണ്ടാക്കുന്നത് എന്നാണ്. പൊതുവേ തഴുതാമ ഇലയുടെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ തോരന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലേവർ ആയിരിക്കില്ല. അപ്പോൾ വളരെ രുചികരമായ രീതിയിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും തഴുതാമയില തോരൻ ഒരു പ്രത്യേക രുചിക്കൂട്ടിലാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചില പ്രത്യേക തരത്തിലല്ല കേട്ടോ, ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണണം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ തഴുതാമ എന്ന ചെടിയുടെ ഇല ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു തോരൻ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതാണ് അതിൻ്റെ പൂ, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. കൊങ്ങിണിച്ചെടിയുടെയൊക്കെ പൂ പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ തഴുതാമയുടെ ഇല നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തത് തേങ്ങ മിക്സാണ്. ഞാൻ ഒരു വലുപ്പമുള്ള തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 കഷ്ണം ഏലയ്ക്ക, പിന്നെ ആവശ്യത്തിന് കറുവപ്പട്ട, ആവശ്യത്തിന് പെരുംജീരകം, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പെരുംജീരകം ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുരുമുളക് മസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെയാണ് ഞാൻ ഈ തേങ്ങയുടെ ഒപ്പം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് സവാളയാണ്. സവാള ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ സവാള നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ, മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചതച്ചെടുക്കാം. ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. 2 കൂടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി കറി ലീഫ്, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കറിവേപ്പില വേണം, ഉപ്പ് വേണം, പിന്നെ കുക്കിംഗ് ഓയിൽ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറുപയറാണ്. ചെറുപയറോ വൻപയറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ കടുക് ഇട്ടു. അതിനുശേഷം 3 വറ്റൽമുളക് ഇട്ടു. അതിലേക്ക് ഇഞ്ചി, ഗാർലിക്, വെളുത്തുള്ളിയും കൂടെ ഇടാൻ പോവുകയാണ്. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞിടണം. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സവാള ഇട്ടു. സവാള ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട്. ഞാനിതിൽ ചുവന്ന മുളക് പൊടി ചേർത്തിട്ടില്ല. ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചുവന്ന മുളക് പൊടി ചേർക്കാം. അതല്ല എങ്കിൽ പച്ചമുളക് തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അരച്ചെടുത്ത ആ തേങ്ങാ മിക്സ് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി. അതിനുശേഷം ഞാൻ തേങ്ങാ മിക്സ് ഇട്ടു. തേങ്ങാ മിക്സിൻ്റെ ആ പച്ചച്ചുവ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് പയർ ചേർത്ത് ഇളക്കുകയാണ്.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമയുടെ ഇല ചേർത്ത് കൊടുത്ത് 2 മിനിറ്റോളം അടുപ്പ് വയ്ക്കുക. ചെറിയ തീയിൽ ഇളക്കുക. അതിനുശേഷം 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തഴുതാമ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണുള്ളത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ 1-2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് മുട്ട ഫ്രൈ പോലെ ആക്കിയിട്ട് ഇതിലേക്ക് യോജിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ തഴുതാമയില കടകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും നാട്ടിൻപുറങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. തൊട്ടടുത്ത തൊടിയിലോ പറമ്പിലോ ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഈ തഴുതാമയുടെ ഇല കിട്ടിയില്ലെങ്കിലും ഏത് ലീഫി വെജിറ്റബിളും നമുക്ക് പയർ ചേർത്ത് ഈ രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് ഈ കറി കൂട്ടി നല്ലതാണോ എന്ന് പറഞ്ഞു കഴിച്ചു നോക്കാം. കറി കൂടി എടുത്ത് കറി എടുത്തേ, കുറച്ച് കറി വാരി എടുത്തേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ചീത്തയാണോ നല്ലതാണോ? ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണിത്. സൂപ്പർ ആയിട്ടുണ്ട്. ആണോ? ആദ്യമായിട്ട് കഴിക്കുന്നത്, അതുകൊണ്ട് എന്നാലും ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമായല്ലേ? ഫ്ലേവർ ഇഷ്ടമായി. ഇതിന്റെ ഒരു ഫ്ലേവറിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ ഒരു ഔഷധ മൂല്യം, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്ക് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.